വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO നമ്മൾ പറയുന്നത് ആരോഗ്യം, ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ്ലി, പൂർണ്ണമായിട്ട് ഫിസിക്കലി, മെന്റലി, സോഷ്യലി വെൽബീയിങ് ആയിരിക്കുക എന്നുള്ളതാണ് പൂർണ്ണ ആരോഗ്യത്തിൽ. പലരും ABC ജ്യൂസ് കുടിക്കാറുണ്ട്. ABC എന്നത് ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ് ഒക്കെ ചേർന്ന ഒരു റെഡ് കളറിലുള്ള ഒരു ജ്യൂസാണ്. ഞാനതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, എന്ന് പറയുമ്പോൾ ആപ്പിളിന് പകരം ആറ്റിറ്റ്യൂഡ്. നമ്മൾ നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക. ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ നല്ല ആറ്റിറ്റ്യൂഡോടുകൂടി നമ്മൾ എണീക്കുക. എൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാകും. ഒരു സംശയത്തിന്റെ രീതിയിലാണ് ഉള്ളിൽ ഉള്ള ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ശരീരത്തിൽ പ്രകടമാകും. ബാഹ്യമായും ആന്തരികമായും ഒരു ബന്ധമുണ്ട്. രണ്ടാമത് എന്താണ്? ബി ആണ്. ബീട്രൂട്ടിന് പകരം ഞാൻ പറയുന്നത് ബിലീവ്, വിശ്വാസം ഉണ്ടാക്കിയെടുക്കും. എല്ലാവരെ സംബന്ധിച്ച് നമുക്കിന്ന് വിശ്വാസമില്ല. ആരെങ്കിലും നമ്മെ രക്ഷിക്കാൻ വന്നാലും നമുക്കൊരു സംശയമാണ്, ഇവരെന്തോ ഇതിനകത്തുണ്ട്, എന്നെ വെച്ച് രക്ഷിക്കാനാണോ വന്നത്, എന്തിനാണ് ഇവരെ ഈ ക്യാമ്പ് വെച്ചിരിക്കുന്നത്, എന്തോ ഒരു ഉദ്ദേശം, ഒരു വിശ്വാസം. ഞാൻ ഒരിക്കലും ഒരു ബസ്സിലൂടെ യാത്ര ചെയ്യുമ്പോൾ നാട്ടിലേക്ക് പോയാണ്. ഒരു കുട്ടിയൊക്കെ നീ കണ്ടു. കുട്ടി കണ്ടപ്പോൾ എനിക്ക് വിഷമമുള്ളത്, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എന്റെ അടുത്തുള്ള സീറ്റ് കാലിയുമാണ്. അപ്പോൾ ഞാൻ ആ കുട്ടിയെ ഇങ്ങോട്ട് ഇരുത്താൻ വേണ്ടി ഒരല്പം നീങ്ങിട്ട് കൂടി ഇരുന്നോളാം. അപ്പൊ എന്റെ വേഷങ്ങൾ ഒക്കെ പൊതുവെ ചിലവർക്ക് നോക്കും, ഇത് ടെററിസ്റ്റ് ആണോ. അമ്മ കണ്ണു കാണിച്ചു, ഇരിക്കട്ടെ അവിടെ. ഒരു വിശ്വാസം, കാര്യമാണ് ഒരു സംശയത്തിന്റെ നിലയിലോടുകൂടി കാണുന്ന ഒന്ന് മാറ്റിയാൽ ദൈവത്തിലുള്ള വിശ്വാസത്തോടൊപ്പം മനുഷ്യനെ പൊതുവെ ഒരു വിശ്വാസമുള്ള ഒരു പ്രത്യേകം ഉണ്ടാക്കിയത്. സി എന്ന് പറയുന്ന ക്യാരറ്റ്, അത് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ എന്നാണ്, പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയത്. ഇപ്പോൾ അദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ ഒരു പള്ളിയിലെ ഉസ്താദ് ഇവിടെ വന്ന് സംസാരിച്ചിട്ട് ഇല്ല അല്ലേ. അപ്പോ നിങ്ങൾക്ക് ഉസ്താദ് എന്ന് പറയുമ്പോൾ ഇതിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ നോക്കും, എല്ലാവരും അല്ല, ചിലവർ ഇതുമായിരിക്കും വേണ്ട ഉദ്ദേശം. നമ്മൾ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ഒന്ന് അടുത്താണ്. ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്, എന്തെങ്കിലും സ്ട്രെസ് മനസ്സിൽ ഉണ്ടായിട്ട് കയറി വരുന്നതായിരിക്കും. എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല. പിന്നെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അത് പറഞ്ഞു തീർക്കത്തില്ല. ഭർത്താവ് എന്താണ് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ എന്നോട് എന്തോ ദേഷ്യമുണ്ട്, കാര്യം ഇന്നതാണ് എന്നങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും കുറെയൊക്കെ ശരിയാവും. കമ്മ്യൂണിക്കേഷന്റെ കുറവാണ്. ഇഷ്ടപ്പെടുന്നത് ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ ദൈവം ഇഷ്ടപ്പെടുന്നുണ്ട്. യോശുവയുടെ പുസ്തകത്തിൽ ഇങ്ങനെ വരുന്നുണ്ട്, കാലേബ് ദീർഘമായ 40-ലധികം വർഷം മരുഭൂമിയിലൂടെ സഞ്ചരിച്ച അനന്തരം അപ്പോസ്തലനായ യോശുവയോട് പറയുന്നുണ്ട്, ഈ നാടിനെ ഉറ്റുനോക്കുവാൻ താങ്കളെയും എന്നെയുമാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നെ അയച്ചുകൊണ്ട് മുതൽ ഇന്ന് വരെ ഞാൻ ആരോഗ്യവാനാണ്. ആരോഗ്യവാനാണെന്ന് അവിടെ പറയുന്നതിന്റെ അർത്ഥം മാനസികമായി എന്റെ വിശ്വാസവും ചോർന്നു പോയിട്ടില്ല, ശാരീരികമായ ക്ഷമതയും ചോർന്നു പോയിട്ടില്ല. മോശ പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിന്റെ ഇംഗിതം എന്നിലൂടെ പ്രവർത്തികമാക്കുവാൻ സാധിക്കും എന്നൊരു വിശ്വാസത്തിന്റെ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അതൊരു വിശ്വാസത്തെ മൊത്തത്തിൽ പറയുന്ന വിശ്വാസ സമൂഹത്തിൽ ശരീരത്തെ അവർ ഗൗനിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഉദ്ഘാടനത്തിൽ തന്നെ ആരോഗ്യ ബോധവൽക്കരണം ഉസ്താദിനെ പ്രത്യേകം നൽകുകയാണ്. അദ്ദേഹം ലോകാരോഗ്യ സംഘടനയുടെ ഒപ്റ്റിമലിന്റെ തോട്ടൊക്കെ ഇവിടെ പറയുകയാണ്.